ഈ റോക്കറ്റ് മേളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ ആ റോക്കറ്റിൽ നമ്മളിപ്പോൾ ഒരു 100 രൂപ വെച്ചിട്ടാണ് മേളിലേക്ക് വിടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 1.2x, അതായത് ഒരു 220 രൂപ തിരിച്ചു കിട്ടുന്ന രീതിയൊക്കെ ഉണ്ട്. അങ്ങനെ ഇവരുടെ വീഡിയോ കാണുന്ന 100 കുടുംബങ്ങളിൽ നിന്ന് ഇതുപോലെ പൈസ നഷ്ടപ്പെട്ട് ഫ്രോഡ് ആപ്പുകൾ കൊണ്ടുപോയിട്ട് ഇവർ ഒരു കുടുംബത്തെ സഹായിച്ചിട്ട് കാര്യമില്ലല്ലോ. അത്തരത്തിലുള്ള ആൾക്കാർ സാമ്പത്തികമായിട്ടുള്ള ആർത്തി കൊണ്ട് പല ഫ്രോഡ് ആപ്പുകളെയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ ഒരു അവയർനെസ് വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന, വ്ലോഗ് ചെയ്യുന്ന അങ്ങനെ ഒരുപാട് വീഡിയോ ക്രിയേറ്റേഴ്സ് നമ്മുടെ കേരളത്തിലുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാർ സാമ്പത്തികമായിട്ടുള്ള ആർത്തി കൊണ്ട് പല ഫ്രോഡ് ആപ്പുകളെയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയായിരിക്കും, ഒരുപാട് ഫേമസ് ആയിട്ടുള്ള മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരുപാട് വ്ളോഗേഴ്സ് അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇത്തരത്തിലുള്ള ഫ്രോഡ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടാവും എന്താണ് ഈ ഫ്രോഡ് ആപ്പുകൾ എന്നുള്ളത്. അവർ പലതും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പല ആപ്പുകളും. അതിൽ ഫ്രോഡ് ആപ്പുകൾ ഏതാണെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഞാൻ പറഞ്ഞുതരാം. എക്സാമ്പിള്, ഈ റോക്കറ്റ് മുകളിലോട്ട് പോകുന്നതും താഴേക്ക് പോകുന്നതും അങ്ങനെ ഒരു ഗെയിമുണ്ട്. അതായത് ഈ റോക്കറ്റ് മേളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ ആ റോക്കറ്റിൽ നമ്മളിപ്പോൾ ഒരു 100 രൂപ വെച്ചിട്ടാണ് മേളിലേക്ക് വിടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 1.2x, അതായത് ഒരു 220 രൂപ തിരിച്ചു കിട്ടുന്ന രീതിയൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള ഗെയിമുകളാണ് ഞാൻ ഫ്രോഡ് അല്ലെങ്കിൽ ഫേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗെയിം എങ്ങനെ ഇത്രയും പേയ്മെന്റ് കസ്റ്റമറിന് കൊടുക്കും, അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ മതി. അവർ തന്നെ ഇത്രയും പൈസ മുടക്കിയിട്ട് ഇങ്ങനെ ബ്ലോഗേഴ്സിനെ വെച്ച് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എത്രത്തോളം തട്ടിയെടുത്ത ക്യാഷ് കിട്ടിയിട്ടുണ്ടാകും എന്നുള്ളത് കൂടെ ചിന്തിച്ചാൽ മതി. അപ്പോൾ അത് മാത്രമല്ല, ഈ ട്രേഡിംഗ് ആപ്പുകൾ, ഫേക്ക് ആയിട്ടുള്ള ട്രേഡിംഗ് ആപ്പുകളുണ്ട്. നമ്മളൊരു എമൗണ്ട് വെച്ചിട്ട് ഇങ്ങനെ മേളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ അത് താഴേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ മുകളിലേക്ക് പോകുന്ന പ്രെഡിക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എമൗണ്ടിന്റെ ഒരു 80% കൂടെ കൂട്ടിക്കിട്ടും. താഴേക്ക് പോവുകയാണെങ്കിൽ ആ വെച്ച എമൗണ്ട് മൊത്തം പോവും. പിന്നെ ഗെയിമുകളുണ്ട്. ഇപ്പോൾ പൈസ, അത് കളിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ഗെയിമുകളുണ്ട്. ഇതെല്ലാം ഫ്രോഡാണ്. ഇപ്പൊ കള്ളന്മാര് പണ്ട് പോക്കറ്റടിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ കള്ളന്മാര് ടെക്നോളജി മാറ്റി ടെക്നോളജിയിലേക്ക് വന്നു. അതായത് അവർക്കറിയാം ആൾക്കാരുടെ കയ്യിൽ ക്യാഷ് ഇല്ല, ഇപ്പൊ അക്കൗണ്ടിലാണ് ക്യാഷ് ഉള്ളത്. അപ്പൊ ആ അക്കൗണ്ടിലുള്ള ക്യാഷ് എങ്ങനെ എടുക്കാം എന്നാണ് അവർ നോക്കുന്നത്. അത്തരത്തിലുള്ള ആൾക്കാരാണ് ഇത്തരത്തിലുള്ള ഗെയിമുകളും ഫ്രോഡ് ആപ്പുകളും ഒക്കെ ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഇതൊരു വൻ ശൃംഖലയാണ്. നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, 3-4 രാജ്യങ്ങളിൽ ഇൻക്ലൂഡ് ആയിട്ട് ചെയ്യുന്ന ഒരു വൻ തട്ടിപ്പാണ് ഇത്തരത്തിലുള്ള ആപ്പുകൾ. ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, മ്യാൻമർ പോലുള്ള രാജ്യങ്ങളിലേക്ക്, കംബോഡിയ, മ്യാൻമർ പോലുള്ള രാജ്യങ്ങളിലേക്ക് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വ്യാജ വിസയൊക്കെ വെച്ചിട്ട് മനുഷ്യക്കടത്ത് നടത്തിയിട്ട് അവിടെ ഏതെങ്കിലും ഒരു കാട്ടുപ്രദേശത്തുള്ള ബിൽഡിങ്ങിനകത്ത് കൊണ്ടുപോയിട്ട് അടച്ചിട്ട് അവരെയൊക്കെ ഇത്തരത്തിലുള്ള ഫ്രോഡ് ആപ്പുകളെ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള ജോലി ഏൽപ്പിക്കുന്നുണ്ട്. ഞാൻ അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയ ഒരു കാര്യമാണ്. വാർത്തകളിലൂടെയും അല്ലാണ്ട് എൻ്റെ സുഹൃത്തുക്കൾ വഴിയും ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ്. അവിടുന്ന് രക്ഷപ്പെട്ട ഒരുപാട് പേരുണ്ട്, നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും തിരിച്ചെത്തിയവരുണ്ട്. അവർ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഉഡായിപ്പ് ആപ്ലിക്കേഷൻസ്, ഈ പറഞ്ഞ മാതിരി ഗാംബ്ലിംഗ് ആപ്ലിക്കേഷൻസ്, ഗെയിമിംഗ് ആപ്ലിക്കേഷൻസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാണ്. പ്രൊമോട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്പിൽ വരുന്നവരെ പൈസ ഇടിപ്പിക്കുക, എങ്ങനെയെങ്കിലും ചാറ്റ് ചെയ്തിട്ടൊക്കെ. അതാണ് അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു വൻ ശൃംഖലയാണ്. ചൈന, കംബോഡിയ, വിയറ്റ്നാം, മ്യാൻമർ എന്ന് പറയുന്ന രാജ്യങ്ങളിനകത്തുള്ള എല്ലാവരും അല്ല, കുറച്ച് ആളുകളൊക്കെ ഇതിനകത്തോട്ട് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു തട്ടിപ്പിനകത്തോട്ട്. ഇതിൽ വരുന്നത് തന്നെയാണ് ലോൺ ആപ്പുകൾ, വ്യാജ ഫ്രോഡ് ലോൺ ആപ്പുകൾ. നമ്മൾ അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യാം. ഇപ്പൊ നമ്മൾ പറയുന്ന കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രോഡ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ കാര്യമാണ്. 2 മില്യൺ, 1 മില്യൺ അങ്ങനെ ഒരുപാട് ലക്ഷങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ആളുകൾ അവരുടെ അവരുടെ സബ്സ്ക്രൈബേഴ്സിലേക്ക് ഈ ഇത്തരം ആപ്ലിക്കേഷൻസ് എത്തുമ്പോൾ അതിലൊരു 100-200 പേര് ഇതൊന്ന് ട്രൈ ചെയ്താൽ മാത്രം മതി, കോടികൾ അവർക്ക് കിട്ടും. കാരണം ക്യാഷ് ഇട്ടുകൊണ്ടേയിരിക്കും. അതായത് നമ്മൾ ഈ ആപ്പ് യൂസ് ചെയ്യുന്നവർ ചിലപ്പോൾ ഒരു 20 ലക്ഷം 30 ലക്ഷമൊക്കെ ബാങ്കിലെ അക്കൗണ്ടിൽ ബാലൻസ് ഉള്ളവരാണെങ്കിൽ ഒരു 5 ലക്ഷമൊക്കെ അവർക്ക് പൊട്ടും, എങ്ങനെയാലും പോവും. അപ്പൊ അങ്ങനെയാണ് ഇത്തരം ആപ്പുകൾ പൈസ തട്ടിയെടുക്കുന്നത്. സാധാരണക്കാരാണെങ്കിൽ പോലും ഒരു 500 രൂപ നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചെടുക്കാൻ നോക്കാൻ വേണ്ടി 1000 രൂപ ഇടും, 2000 രൂപ ഇടും, അങ്ങനെ 10,000 ലക്ഷങ്ങളാവും. അവരുടെ പൈസ കയ്യിലുള്ളതൊക്കെ മൊത്തം നഷ്ടപ്പെടും. ഇതൊരു ഭ്രാന്ത് പോലെയാകും. അതായത് ഒരു തട്ടിപ്പാണ്. തട്ടിപ്പെന്ന് വെച്ചാൽ പക്ക ഫ്രോഡാണ്. അത്തരത്തിലൊരു പ്രോഗ്രാമിംഗ് കോഡാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. നമുക്ക് അതിന്റെ സോഴ്സ് കോഡ് നമുക്ക് മേടിച്ചുകൊണ്ട്, ഇപ്പൊ എനിക്ക് പോലും ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ വെബ് ഡെവലപ്മെന്റും ആപ്പ് ഡെവലപ്മെന്റും ഒക്കെ ചെയ്യുന്നതായതുകൊണ്ട് എനിക്ക് ഇത്തരത്തിലുള്ള ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് ഇതുപോലെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ആരെങ്കിലും കേസും കൂട്ടുമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്നെ പൊക്കും. കാരണം ഞാൻ ലൈവായിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഇവരൊക്കെ ചെയ്യുന്നത് വെച്ചാൽ ഇന്ത്യയിൽ നിന്നുകൊണ്ടേ അല്ല,
ഇന്ത്യക്കകത്ത് ഇതിനകത്ത് യാതൊരു പങ്കും ഉണ്ടെന്ന് എനിക്കറിയില്ല, ഇന്ത്യയിൽ അപ്രൂവ്ഡ് ആണോന്ന് പോലും എനിക്കറിയില്ല. ഇതൊക്കെ ചെയ്യുന്നത് മറ്റ് രാജ്യങ്ങളിലാണ് ഇതിന്റെ ബേസ്മെന്റും സെർവറും ഒക്കെ വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവരെ നമുക്ക് തുരത്താൻ പറ്റില്ല. ഇതിൽ കേന്ദ്ര സർക്കാർ നല്ലൊരു തീരുമാനം എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ നിരോധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഇങ്ങനെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇത്തരത്തിലുള്ള ആപ്പുകൾ പ്രൊമോട്ട് ചെയ്ത് ഒരുപാട് പേര് അവരുടെ വീഡിയോ കണ്ട് പെട്ടു, അവരൊക്കെ പൈസ പോയി എന്ന് പറയുമ്പോൾ, ഒന്നുകിൽ പേഴ്സണലി അവർക്ക് ഇൻസ്റ്റാഗ്രാമിലോ അതിലൊക്കെ മെസ്സേജ് അയച്ചിട്ട് പറയുമ്പോൾ ഒരു എന്താ പറയുക സഹതാപം അവർക്ക് തോന്നും. അപ്പോൾ അത്തരത്തില് ഇങ്ങനെ ഈ കിട്ടിയ ക്യാഷ് ഈ ഫ്രോഡ് ആപ്പുകളുടെ അടുത്ത് നിന്ന് പ്രൊമോഷന് വേണ്ടി ഇവർക്ക് കിട്ടിയ ക്യാഷ് ഇവർ ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കും. അത്തരത്തിലുള്ള വീഡിയോസ് ഉണ്ട് യൂട്യൂബിൽ, നിങ്ങൾ കണ്ടാൽ മതി. ഞാൻ ആരെയും മെൻഷൻ ചെയ്യില്ല, ആരെയും പറയില്ല. അതായത് ഒരു വീഡിയോക്കകത്ത് ഒരു നല്ല കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ആ വീഡിയോക്കകത്ത് ഈ ആപ്പുകളും പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ആപ്പുകളിൽ നിന്ന് കിട്ടിയ ക്യാഷ് ആയിരിക്കും ഇവർ ഈ നല്ല കാര്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മൾ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് വീഡിയോസ് ഞാൻ നോക്കുമ്പോഴും എനിക്ക് മനസ്സിലായ കാര്യം അതാണ്. സാധാരണ ജ്വല്ലറി പ്രൊമോട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് പ്രൊമോട്ട് ചെയ്യുമ്പോഴോ അതും അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടെക്സ്റ്റൈൽസ് പ്രൊമോട്ട് ചെയ്യുമ്പോഴൊന്നും ഇവർക്ക് ഇത്രയും എമൗണ്ട് കിട്ടില്ല. അപ്പൊ ഈ ഫ്രോഡ് ആപ്പുകളുടെ പ്രൊമോഷൻ രീതി എന്ന് പറയുന്നത് ഒരുപാട് സബ്സ്ക്രൈബർ ബേസ് ഉള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ കണ്ടെത്തി അവരുടെ ആപ്പ് പ്രൊമോട്ട് ചെയ്ത് അവരുടെ സബ്സ്ക്രൈബേഴ്സിലേക്ക് വിശ്വാസം എത്തിക്കുക, എന്നിട്ട് അവരുടെ പൈസ മുഴുവൻ തട്ടിയെടുക്കുക. അതാണ് അവരുടെ ആ ഒരു എന്താ പറയാ പ്രൊമോഷൻ ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ലക്ഷങ്ങൾ വരെ കോടികൾ വരെ അവർക്ക് കിട്ടുന്ന ഈ തട്ടിപ്പിലൂടെ കിട്ടുന്ന എമൗണ്ടിന്റെ ഒക്കെ ഒരു 50% പോലും ഇതിനകത്ത് അവർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു 100% അവർക്ക് തിരിച്ചു കിട്ടും. കോടികൾ അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ കേരളത്തിനകത്തുള്ള ആൾക്കാരുടെ അക്കൗണ്ടിലെ ക്യാഷ് ചൈന ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ, നിങ്ങൾ ചിന്തിക്കുക, ചൈന ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രോഡ് ആപ്ലിക്കേഷനിൽ നിങ്ങൾ കൊണ്ട് ഇട്ടിട്ട് ആ ചൈനക്കാർക്ക് ആ പൈസ എത്തിയെന്ന് പറയുമ്പം അത് എത്രത്തോളം രാജ്യാന്തര വിഷയമായിട്ട് മാറുകയാണ്, അത് എത്രത്തോളം വലിയൊരു വിഷയമായിട്ട് മാറുകയാണ്. അപ്പോൾ ചൈനയുടെ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിന്റെ എന്താ പറയുക ഇൻഫ്ലുവൻസോട് കൂടി നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ തട്ടിയെടുത്തുകൊണ്ട് മറ്റു രാജ്യത്തെ ആൾക്കാർ പോവുകയാണ്. ഒരു വലിയ ഇഷ്യൂ ആണത്. ശരിക്കും പറഞ്ഞാൽ സർക്കാർ നല്ല നടപടി എടുക്കേണ്ട ഒരു കാര്യമാണ് ഇത്. എനിക്ക് തോന്നുന്നത് പല കേസുകളും ഇതുപോലെ സൈബർ സെല്ലിലും അവിടെ ഇവിടെ കിടക്കുന്നുണ്ട്, പക്ഷെ അതിനൊന്നും തീരുമാനമാവാതെ കിടക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആപ്പുകളൊക്കെ പിടിച്ചിട്ട് ഒറ്റ രാത്രി കൊണ്ട് നിരോധിക്കാനുള്ളതേ ഉള്ളൂ സർക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ? അങ്ങനെ ചെയ്യാത്തതെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരിക്കലും ഇത്തരം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ചെയ്യുന്ന കാര്യങ്ങളെ, കണ്ടന്റ് ക്രിയേറ്റേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്ന ഇത്തരം ആപ്പുകൾ ഉപയോഗിക്കാണ്ടിരിക്കുക. മാത്രമല്ല, നിങ്ങൾ ഉപയോഗിക്കാണ്ടിരിക്കുക മാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ നിങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തട്ടിപ്പാണ്, നിങ്ങളുടെ കയ്യിലെ ക്യാഷ് മൊത്തം പോവും. 5000 രൂപ പോയിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് നിർത്തുക, പിന്നെ അത് ഉപയോഗിക്കരുത്. പിന്നെ 10,000 ലക്ഷങ്ങളായിരിക്കും പോകുന്നത്, എല്ലാം വിൽക്കണം. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോ ഉണ്ടെങ്കിൽ അവരുടെ കമന്റ് ബോക്സിൽ പോയിട്ട് കമന്റ് ചെയ്യുക. ദയവായി നിങ്ങൾ ഇത്തരം ആപ്പുകൾ പൈസ മേടിച്ചുകൊണ്ട് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്യരുത് എന്ന് കമന്റ് ചെയ്യാം. ഒരുപാട് കമന്റുകൾ ചെയ്യുമ്പോൾ ആ കമന്റ് ഒക്കെ അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോട്ടെ. നമ്മളെ ചാനലിലെ വീഡിയോയുടെ അണ്ടറിൽ വരുന്ന കമന്റുകൾ ഡിലീറ്റ് ചെയ്യുന്നതനുസരിച്ച് അതിന്റെ വ്യൂവും ആ ചാനലിന്റെ പ്രസക്തിയും പോവും. അപ്പൊ ഇവരെന്ത് ചെയ്യില്ല, പിന്നീട് അവരുടെ ചാനലിന്റെ ഗ്രോത്ത് കുറഞ്ഞു വരുമ്പോഴത്തേനും ഇത്തരത്തിലുള്ള ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം അതാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഈ ചാനലിന്റെ അണ്ടറിലൊന്നും ഈ ആപ്പ് യൂസ് ചെയ്തിട്ട് പെട്ടുപോയവർ കമന്റ് ചെയ്യുന്നില്ലല്ലോ എന്ന്. ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. ആ സ്പോട്ടിൽ തന്നെ ഇവർ ഈ കമന്റ് ഡിലീറ്റ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അതൊക്കെ ഒരു എന്താ പറയാ പൈസയോടുള്ള ആർത്തിയോട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു ജ്വല്ലറി പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ചിലപ്പോൾ 10,000 രൂപ 20,000 രൂപ അല്ലെങ്കിൽ മാക്സിമം ഒരു 50,000 രൂപയായിരിക്കും. പക്ഷെ ഇത്തരം ആപ്പ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും. അതല്ലേ അവർ മേടിക്കുകയുള്ളൂ. അപ്പോൾ ആ പൈസയോടുള്ള ആർത്തി കൊണ്ട് നമ്മൾ ഇതിനെപ്പറ്റി ബാക്ക്ഗ്രൗണ്ട് ഒന്നും അവർ അന്വേഷിക്കില്ല. എന്ത് ആപ്പാണ്, എങ്ങനെയാണ് ഇതിൽ ആൾക്കാർ കളിക്കേണ്ടത്, എത്ര പൈസയാണ് അവർക്ക് കിട്ടുക, തട്ടിപ്പുണ്ടോ ഒന്നും അവർ അന്വേഷിക്കാതെ അവർക്ക് തന്നെ അറിയാം ഇത് ഫ്രോഡാണെന്ന്. അവർക്ക് തന്നെ അറിഞ്ഞിട്ട് അവരെന്ത് ചെയ്യുന്നു, അത് പ്രൊമോട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളവരുടെ പൈസ മൊത്തം ഇവർക്ക് അടിച്ചെടുക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഇത്തരം ഫ്രോഡ് കമ്പനികൾക്ക് അടിച്ചെടുക്കാൻ വേണ്ടി സഹായിക്കുന്നു. മാത്രമല്ല, അവർ ചെയ്യുന്ന മറ്റൊരു പ്രവൃത്തി ഞാൻ നേരത്തെ പറഞ്ഞു, അത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ഫ്രോഡ് ആപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് ചാനലുകളിൽ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഇവരുടെ വീഡിയോ കാണുന്ന 100 കുടുംബങ്ങളിൽ നിന്ന് ഇതുപോലെ പൈസ നഷ്ടപ്പെട്ട് ഫ്രോഡ് ആപ്പുകൾ കൊണ്ടുപോയിട്ട് ഇവർ ഒരു കുടുംബത്തെ സഹായിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ സഹായിക്കാണ്ടിരിക്കുകയാണ് നല്ലത് അത്തരക്കാർ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത്തരം ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നവരെ തീർച്ചയായും നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക, നോട്ട് ചെയ്യുക, അവരുടെ വീഡിയോ അണ്ടറിൽ പോയിട്ട് തന്നെ കമന്റ് ചെയ്യുക, ഇത്തരം ആപ്പുകൾ ഉപയോഗിക്കരുത്, പ്രൊമോട്ട് ചെയ്യരുത് എന്നുള്ളത്.
അപ്പോൾ ഇതൊരു അവയർനെസ് വീഡിയോ ആണ്. അങ്ങനെ ചെയ്യുന്ന ചാനലുകളല്ല, അങ്ങനെ ചെയ്യാത്ത നല്ല രീതിയിലുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ചാനലുകളുടെ പേര് നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ ഇടുക. ഇത്തരത്തിലുള്ള ഫ്രോഡ് ആപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ചാനലും ഇങ്ങനെ പോലും അവർ പ്രൊമോഷൻ വേണ്ട അവർക്ക്. നമുക്ക് വേണ്ടത് ഇത്തരത്തിലുള്ള ആപ്പുകളൊന്നും പ്രൊമോട്ട് ചെയ്യാതെ നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് അവരുടെ ചാനൽ വളർത്തിക്കൊണ്ടുവന്നത് ആരാണ് എന്നൊന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ സജഷൻ എന്ന് വെച്ചാൽ നമ്മുടെ സുജിത് ഭക്തനൊക്കെ ടെക് ട്രാവൽ ഈറ്റിലെ അദ്ദേഹം ചെയ്യുന്ന വീഡിയോസിനകത്ത് പ്രൊമോഷൻസ് ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ആ പ്രൊമോഷൻസിനകത്ത് ഇത്തരം തട്ടിപ്പ് ആപ്പുകളോ കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ടീമിനെ വെച്ചുകൊണ്ട് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് അദ്ദേഹം പല പ്രൊമോഷൻസും എടുക്കാറ്. അപ്പോൾ അതുപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.